വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണ്, നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോയിൽ ഞാൻ പർച്ചേസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഒരേ കണക്കിന് ഒരേ ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒരുപോലത്തെ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് എനിക്കും മടുത്തു, നിങ്ങൾക്കും മടുത്തു എന്ന് എനിക്കറിയാം. പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ മൈക്ക് എവിടെയോ ഇരിക്കുക, എന്നെ തപ്പി പിടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക ഒരേപോലെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ മീഷോയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ അപ്പോഴെപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ നിങ്ങളുടെ പരാതിയില്ല, ഞാൻ തീർത്തിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലേക്ക് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്താ ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ കാണിക്കുന്ന സാധനത്തിൻ്റെ റേറ്റൊക്കെ സൈറ്റിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ കോഡും പിന്നെന്താ അതിൻ്റെ റേറ്റ് ഞാൻ അവിടെ കൊടുത്തേക്കാം, പിക്ചറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാമല്ലോ ഞാൻ കാണിക്കുന്നതിൻ്റെക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഒരു ഫ്രെയിമാണ്. പിന്നെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം എനിക്കിങ്ങനെ ഓരോന്നോരോന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ തുറക്കാതെ ഇങ്ങനെ എല്ലാം കൂടെ വന്നിച്ച് ഒരുമിച്ച് പൊട്ടിക്കാം എന്നുള്ളൊരു മൈൻഡ് എനിക്കില്ല. ഞാൻ ഭയങ്കര ഒരു ആക്രമണം പിടിച്ചവളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരുന്ന സെറ്റിൽ ഞാൻ പൊട്ടിച്ച് നോക്കും. പിന്നെ വീണ്ടും അതുപോലെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കാണാം ഇതിനകത്ത് എന്താണെന്ന്. എന്തായാലും ഇതാണ് സംഭവം. ഇതെന്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഈ സംഭവം. ഇതിങ്ങനെ ചിമറിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ്. എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ സൈറ്റിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 കിളികൾ ഇങ്ങനെ പറന്ന് പോകുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. ഇത് 3 ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ സൈഡിൽ ഇങ്ങനെ അത് കിളിങ്ങനെ പറന്ന് പോകുന്നതായിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. വളരെ റേറ്റ് കുറവാണ്. ഇതിൻ്റെ റേറ്റ് വന്ന് 99 ആണെന്ന് തോന്നുന്നു. ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റിന് അനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഏത് കളറാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്റ്റാൻഡ് ലൈറ്റ് മൊത്തം പോയിട്ടോ. അപ്പോൾ ഇക്ക വേറെ സ്റ്റാൻഡ് ലൈറ്റ് എനിക്ക് അത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഫോൺ വെക്കാതെ ആ ഒരു ഹോൾഡർ പറ്റില്ല. അപ്പോൾ ലൈറ്റിന് ഭയങ്കര വ്യത്യാസമായതുകൊണ്ട് ഞാൻ വേറൊരു റിംഗ് ലൈറ്റല്ല, സ്റ്റാൻഡ് മാത്രമായിട്ട്, ട്രൈപോഡ് മാത്രമായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാനത് ഓർഡർ ചെയ്തത്. മീഷോയിൽ റേറ്റ് ഇത്തിരി കൂടുതലാണ് ഈ സ്റ്റാൻഡിന്. അപ്പോൾ ഞാനിത് 200-300 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്ക് എന്തായാലും കാണാം. സംഭവം ഇത് 7 ഇഞ്ചോളം ഹൈറ്റ് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടി എനിക്ക് 1, 2, 3, 4, 5 സ്റ്റാൻഡ് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ? എനിക്ക് ഓരോ സ്റ്റാൻഡിനും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. എല്ലാ സ്റ്റാൻഡും കൊണ്ട് എനിക്ക് നല്ല ഉപകാരമുണ്ട്. ഞാൻ ഒന്നും ഇങ്ങനെ ഭൂതം കാക്കുന്ന പോലെ ഞാൻ വെച്ചേക്കില്ല, എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ്, ഇത് നല്ല ഹൈറ്റാണ്. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല സ്റ്റാൻഡാണ് കേട്ടോ. സംഭവം കൊള്ളാം. പിന്നെ എനിക്ക് ഇവിടെ ഇത്തിരി സംഭവം പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണോ ഇനി വന്നപ്പോഴേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം കൊള്ളാം. പിന്നെ ഇതിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു ഹോൾഡറും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു റൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, എല്ലാം ഒന്നിനാണ്. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ വീട് മാറിയപ്പോഴത്തേക്കും എൻ്റെ പുതിയ അലമാര ഒരു ഗതിയായി. കാരണം ഞങ്ങൾ മൊത്തം 4 വീട്ടിൽ താമസിച്ചു.
4 വീട്ടിൽ 3 വീടും 2ാമത്തെ നിലയായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി കയറ്റിയൊക്കെ അലമാരയുടെ ഗതി ഒത്തിരി പ്രശ്നമാണ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ഓർഡർ ചെയ്തു കേട്ടോ. ഇത് മറ്റേ അലമാരയിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറില്ലേ, വുഡൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഞാൻ ഓർഡർ ചെയ്തു. ഇത് അലമാരയിൽ തികയോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് തികഞ്ഞില്ലാതെ നമുക്ക് ഒന്നുകൂടെ ഓർഡർ ചെയ്യാമെന്നല്ലേ ഉള്ളൂ. തികയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിങ്ങനെ സ്റ്റിക്കറാണ്, നമുക്കിങ്ങനെ സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം, അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, സ്റ്റാൻഡിൻ്റെ റേറ്റും ഞാൻ ഇവിടെ കൊടുത്തേക്കാം, പിക്ചറും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പാവം എൻ്റെ അലമാര. വാങ്ങിച്ചിട്ട് എൻ്റെ കല്യാണ ടൈമിൽ വാപ്പ വാങ്ങിച്ചു തന്ന അലമാരയാണ് കേട്ടോ. 7 വർഷം ആയതേ ഉള്ളൂ, പക്ഷേ അത് 10-70 വർഷം പഴക്കമുള്ളത് കൂടെ ഇപ്പോൾ ഇരിക്കുന്നു. വെരി വെരി അൺകോഷ്യൻസ് ആയിട്ടിരിക്കുന്നു. അടുത്തട്ട കുറച്ചധികമുണ്ട്, എന്താണെന്നൊന്നും ചോദിക്കരുത്, ഞാൻ പറയുന്നില്ല. ഇതാണ് സംഭവം. 2 പാക്കറ്റാണ്. ആദ്യം ഇത് ഈ വീഡിയോ ഞാൻ കുറച്ചുകൂടി നേരത്തെ എടുക്കാനുള്ളതായിരുന്നു. അത് ഈ ഒരു സംഭവം കാരണമാണ് ഇത്ര ഡിലേ ആയത്. കാരണം ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധനം കൂടെ ഉണ്ട്, അതാണ് ഞാനൊരു ഒന്നുകൂടെ ഉണ്ടല്ലോ എന്ന്. ഇതാണ് കേട്ടോ, ഞാൻ കാണിക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ സംഭവമാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഇവിടെ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ 5-6 എണ്ണം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നപ്പോൾ 3 എണ്ണേ ഉള്ളൂ. എൻ്റെ മിസ്റ്റേക്കാണത്, മീഷോയുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ 3 എണ്ണം വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ 3 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം ഇവിടെ കറക്റ്റാണ് കേട്ടോ, ഇവിടെ സെറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റേ പഴയ നീല കർട്ടൻ തന്നെ ഇടുമായിരുന്നു. പക്ഷേ കാരണം നീല കർട്ടൻ ഇടാത്ത കാരണം ഞാൻ താമസിച്ച എല്ലായിടത്തും പെയിൻറ്റ് വെള്ള പെയിൻ്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് പച്ചയും ഹോളിൽ വന്നിട്ട് റോസുമാണ്. അപ്പോൾ അത് പറ്റില്ല, അത് ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് മാറ്റി പിടിച്ചേക്കാം. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു 3 എണ്ണം ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കൊടുത്തേക്കാം. ഇതാകണ്ടില്ലേ, 3 എണ്ണം, മൊത്തം 3 6 എണ്ണം ഇപ്പം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ബാക്കിൽ കൊടുക്കും. ഞാനിത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 6 ഷീറ്റിൻ്റെ പേരെന്തെന്നോ ആണ് എനിക്ക് ഓർമ്മയില്ലേ. എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. മീഷോയിലൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അവസാനം ഒടുവിൽ എൻ്റെ പ്രയത്നത്തിനൊടുവിൽ ഞാൻ ഓർഡർ ചെയ്തു. എന്താണെന്നല്ലേ കാണിച്ചത്. ഇതാണ് സംഭവം. ഇതൊന്ന് സെറ്റ് ചെയ്യാണ്. മൊത്തം ഇത് വന്നിട്ട് 1 2 3 4 5 6 7 പീസുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പൂക്കൾ പോലെ ഇങ്ങനെ വെച്ചിട്ട് നടുക്കൊരു സെൻറ്ററിലൊന്ന് വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ, മനസ്സിലായോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ സ്റ്റിക്കർ ഉണ്ട്. ബാക്കിൽ സ്റ്റിക്കർ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് കവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളതുണ്ട്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഊരി എടുത്തിട്ട് ചെമ്മലിനെ ഒട്ടിച്ചേക്കാം. എന്നിട്ട് ഫ്രണ്ടിലുള്ള ഈ സ്റ്റിക്കർ ഇളക്കണം. ഇങ്ങനെ ഇളക്കുമ്പോൾ കണ്ണാടി നിങ്ങൾക്ക് തന്നെ കാണാമോ. എൻ്റെ ഫോൺ ഇതായിരിപ്പുണ്ട് കേട്ടോ. ഇതെൻ്റെ റിംഗ് ലൈറ്റ്, ഇത് ഞാൻ എൻ്റെ ഫോൺ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അടിപൊളിയാക്കണം എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇത് ഇനി ഏകദേശം 1 വർഷത്തോളം ഇതും ഞാൻ കുറേ നാൾ, 1 വർഷം അല്ല മാക്സിമം കുറേ നാൾ കൊണ്ടുപോകണം എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത യൂട്യൂബ് സ്റ്റുഡിയോ അടുത്ത് സെറ്റാക്കാം. ഇതൊക്കെ വളരെ റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ അല്ലാതെ എൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാക്കാം. യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഇപ്പോൾ വീഡിയോസ് ഒന്നും വളരെ കുറവായിട്ടിരിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ സാധന സാമഗ്രികളും എനിക്ക് വേണം. എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യാൻ നേരത്തെ ഈ കാണണം, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖം വരില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും നല്ലതുപോലെ ഇടാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് തന്നെ, വളരെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കിയതിനു ശേഷം വളരെ അധികം പൂർവാധിക ശക്തിയോടെ വീണ്ടും ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ വീഡിയോ സെറ്റൊക്കെ ഞാൻ വരുന്നതാണ്. പിന്നെന്താ കുറേ ദിവസം ഞാൻ Q&A ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉടനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എൻ്റെ ഫോട്ടോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുക, ഞാൻ ഉത്തരമായിട്ട് വരുന്നതാണ്. കുറേ നാളായി ഏകദേശം 6-7 മാസം എങ്ങാണ്ടോ ആയി ഞാൻ Q&A ഒക്കെ ചെയ്തിട്ട്. ഞാൻ ഇതൊക്കെ ചെയ്യാം. എനിക്കൊന്നും പറയാനില്ലേ. എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വണക്കം.